Hello guys, so welcome back to another video. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 75,000 രൂപയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു PC ബിൽഡ്, അതായത് മോണിറ്ററും നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു CPU-വും ഒരു കീബോർഡ് മൗസും വെച്ചിട്ടുള്ള ഒരു PC ബിൽഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്ലയൻറ്റ് ബിൽഡാണ് ഗൈസ്. അതുമല്ല ഇതിൽ നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്താൻ പറ്റും. ആ വേരിയേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കാനും ചെറിയ രീതിയിൽ ചൂക്ക് ചെയ്ത് കൂട്ടാനും പറ്റും. ഇത് ഈ ഒരു ടൈപ്പ് വീഡിയോ, അതായത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന വീഡിയോസ് അല്ല. നമ്മൾ കുറേ ഒരു 3-4 വീഡിയോസ് ആയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫേസ്ലെസ് വീഡിയോസും വോയിസ് ഓവറൊക്കെ ആയിരുന്നു. പക്ഷേ again കുറേ ആൾക്കാരുടെ പബ്ലിക് ഡിമാൻഡ് കാരണം നമ്മൾ വീണ്ടും again ഇതുപോലത്തെ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. So guys, without wasting much time, this is Prashant Davi with Blessed V Simon and you're watching GeekBoZ TV. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രൊസസ്സറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 11400F. കറക്റ്റാണ്, ഒരു ബഡ്ജറ്റ് കിങ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് 11400F. 6 കോറും 12 ത്രെഡും വരുന്നുണ്ട്. ഒരു ഗെയിമറിനെ സംബന്ധിച്ച് എസ്പെഷ്യലി നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് ഒരു പ്രൊസസ്സർ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു സൂപ്പർ ചോയ്സ് ആയിരിക്കും. 36നെക്കാട്ടിലും നല്ല പെർഫോമൻസ് ഈ ഒരു പ്രൊസസ്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കമ്പാരിസൺ വരുന്നത് സത്യം പറഞ്ഞാൽ 5600X ഒക്കെ വെച്ചിട്ടാണ്. ബട്ട് അത്രയും പെർഫോമൻസ് ഇല്ല കേട്ടോ, തൊട്ട് താഴെ നിൽക്കും. എന്നാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 14,000 രൂപ റേഞ്ചിനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സർ ഇൻ മാർക്കറ്റ് റൈറ്റ് നൗ, അതായത് ഈ ഒരു പീരീഡിൽ ഫെബ്രുവരി 2022 കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്, ഈ ഒരു പ്രൊസസ്സറാണ്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന മദർബോർഡ് ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആസൂസിന്റെ H510 പ്രൈം സീരീസിലെ 510 ME ആണ് മദർ ബോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇത്രയും ബഡ്ജറ്റ് റേഞ്ച് ബോർഡാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്? ഡെഫിനറ്റ്ലി ഈ ഒരു ബോർഡ് ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ബിൽഡാണ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ B560 അപ്ഗ്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ. പക്ഷേ i5 വെച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് കിങ് PC ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനുപരി ഒരു ബോർഡിനോട് എനിക്ക് ചോയ്സ് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം ഞാൻ ജിഗാബൈറ്റിന്റെ ക്വാളിറ്റിയിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൈം തന്നെ ചൂസ് ചെയ്തത്. എസ്പെഷ്യലി അസൂസിന്റെ മദർ ബോർഡ്സ് കുറച്ചും കൂടെ റിലയബിൾ സ്റ്റാൻഡേർഡ്സ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് 2 RAM സ്ലോട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ പ്രൊവിഷൻസും, ഒരു ബഡ്ജറ്റ് ബിൽഡിന് വേണ്ടിയുള്ള എല്ലാ പ്രൊവിഷൻസും, ഈവൻ M.2 NVMe. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് H510 തന്നെ പല സീരീസ് ഉണ്ട്. ഇത് ME എന്നുള്ളൊരു ടാഗ്ലൈൻ, അതായത് ഒരു മോഡൽ തന്നെ ഉണ്ട്. ME സീരീസിൽ മാത്രമേ M.2 NVMe സപ്പോർട്ട് ഉള്ളൂ. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഒരു മോഡലും നോക്കണ്ട, M.2 NVMe ഉള്ള ഇതിന്റെ H510 ME പ്രൈം ആസൂസിന്റെ കേട്ടോ. അപ്പോൾ ഇതൊരു 6,200 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അടുത്ത ചോയ്സ് നമ്മുടെ റാം ചോയ്സ് ആണ്. റാം ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് G-Skillന്റെ 16GB സിംഗിൾ സ്റ്റിക്കാണ്. കാരണം ഇതിൽ 2 RAM സ്ലോട്ടേ ഉള്ളൂ എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32GB അപ്ഗ്രേഡ് ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16GB സിംഗിൾ സ്റ്റിക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ 16GB വരെ എക്സ്പാൻഡ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ 8GB 2 സ്റ്റിക്ക് ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഫ്രീക്വൻസി 16GB 3200 MHz G-Skillന്റെ സിംഗിൾ സ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത്. ക്ലോക്ക് ലാറ്റൻസി 16 അപ്പം ഇതിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു 4,000-5,000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. ഇപ്പോൾ റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന SSD പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ ബിൽഡിലും നമ്മൾ SSD തന്നെയാണ് കണക്കാക്കുക. ഞാൻ ഇതിൽ പറഞ്ഞു ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ H510 ME ആണ് എടുത്തിരിക്കുന്നത്. അപ്പം M.2 NVMe സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ സാംസങ്ങിൻ്റെ 980 ആണ് എടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിട്ടുള്ള XPG 512GB M.2 NVMe വിത്ത് ഹീറ്റ് സിങ്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അറൗണ്ട് ഒരു 5,000 താഴെ വരുന്നുള്ള അതിൻ്റെ മാർക്കറ്റ് വില. ഒരു 1,000 രൂപ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാമെങ്കിൽ സാംസങ്ങിൻ്റെ 980 നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. 5 ഇയർ വാറണ്ടിയും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അടുത്ത സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയി 1TB WD ബ്ലൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഇറ്റ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് 2 TBയോ 4 TBയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1TB ആണെങ്കിൽ അറൗണ്ട് ഒരു 3,000-3,200 രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗൈസ്, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് PCയിൽ ഒരു ഗെയിമറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ ഉറ്റുനോക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അവരുടെ ഗ്രാഫിക്സ് കാർഡ്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ 1050 Ti ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരല്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ. നല്ലത് ലൈക്ക് ഹോപ്പ് ഫോർ ഗെയിമേഴ്സ് അഗെയിൻ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് ഈസ് ഫ്രം അസൂസിൻ്റെ GTS 1650 4GB ആണ് ഗ്രാഫിക്സ് കാർഡ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ MSI ചൂസ് ചെയ്യാം, Inno3D ചൂസ് ചെയ്യാം, ഏത് ബ്രാൻഡിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ എടുക്കുന്നത് അസൂസ് തന്നെയാണ്. കാരണം അസൂസിൻ്റെ മദർ ബോർഡ് വിത്ത് അസൂസ് കപ്പിൾസ് ദ സെയിം. സോ ഗൈസ്, ഇതിൻ്റെ റേറ്റ് ഒരു 23,000-24,000 രൂപയ്ക്ക് അകത്ത് ഇപ്പോഴത്തെ വിലയുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന 28,000-30,000 രൂപയ്ക്കായിരുന്നു മാർക്കറ്റിൽ പല ഓപ്പറേറ്റിംഗ് പ്രൈസസ്. പക്ഷേ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. സോ ഹാപ്പി ന്യൂസ് ഫോർ ഓൾ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അടുത്ത് നമ്മുടെ മെയിൻ ഹാർട്ട് ഓഫ് ദ PC ആയ
PSU ചൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കൂളർ മാഷിൻ്റെ മാസ്റ്റർ വാട്ട്സ് എലൈറ്റ് ബ്രോൺസ് സർട്ടിഫൈഡ് 450 വാട്ട്സ് 450 വാട്ട്സ് മോർ ദാൻ ഇനഫ് ആണ് ഈ ഒരു ബിൽഡിന്. കാരണം ഫ്യൂച്ചർ പ്രൂഫിൽ നിങ്ങൾക്ക് ഒരു 1660 ഒക്കെ കാർഡ് വെക്കുകയാണെങ്കിലും ഈ ഒരു PSUൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് 450 വാട്ട്സ് ബ്രോൺസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 550 അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിൽ 450 റെക്കമെൻഡ് ചെയ്യും. കാരണം ബഡ്ജറ്റ് ബിൽഡുകളെല്ലാം കൂടുതൽ എന്താ പറയുക നമുക്ക് PSUയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇതിലില്ല. ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഓവർ ക്ലോക്കിങ്ങോ ലിക്വിഡ് കൂളിങ്ങോ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ 550 നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. ഒരു 2500-3000 രൂപയ്ക്ക് അകത്താണ് ഇതിൻ്റെ മാർക്കറ്റ് വില. പിന്നെ ബ്രോൺസ് സർട്ടിഫൈഡ് ചൂസ് ചെയ്യാം, കാരണം ഇതിന് 5 ഇയർ വാറണ്ടിയും കിട്ടുന്നുണ്ട്. സോ 5 ഇയർ ഫ്യൂച്ചർ പ്രൂഫ് ആണ് നമുക്ക്. ഗൈസ്, ഈ ഒരു ബിൽഡിൽ ഞാൻ ഒരു ക്ലയൻറ്റ് റിക്വയർമെൻറ്റും കൂടെ ആയതുകൊണ്ടും ഈ ഒരു ബിൽഡിൻ്റെ ലുക്കിന് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഞാനൊരു കൂളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂളർ ഡീപ് കൂളിൻ്റെ ഗാമക്സ് 400 XT എന്ന് പറയുന്ന വൈറ്റ് കളറിലുള്ള ഒരു കൂളറാണ്. അതൊരു ARGB ലൈറ്റ് ഉണ്ട്, പക്ഷേ അത് ഫിക്സഡ് ആണ്, ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഇതുപോലെ തന്നെ അത് കിടക്കും. പക്ഷേ ഒരു പ്രശ്നം എന്ന് അറിയാമോ, നമുക്ക് ഈ ഒരു ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ എയർ കൂളർ ലിക്വിഡ് കൂളിംഗ് നിങ്ങൾക്ക് വേണ്ട ഇതിൽ വെക്കാൻ ആവശ്യമില്ല. കാരണം അൺലോക്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ അല്ല ഇത്. സ്റ്റോക്ക് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൊസസ്സറിൻ്റെ ഫാന് തന്നെ യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല. ഇന്റലാണ്, അപ്പം അധികം ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ഇതിൻ്റെ TDPയിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഒരു ലുക്കിനും എസ്തെറ്റിക്സും പിന്നെ ഒരു ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള രീതിയിൽ കുറേ ലോങ് ടേം നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു എയർ കൂളർ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ലിക്വിഡ് കൂളറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബഡ്ജറ്റ് ബിൽഡിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുക. ഇതൊരു 1500 തൊട്ട് 1800 ഉള്ളൂ ഇതിൻ്റെ വില. അതുകൊണ്ടാണ് ഈ ഒരു കൂളറും പിന്നെ ഇതിൻ്റെ ലുക്കിന് അത് നിങ്ങൾ നമ്മുടെ മെയിൻ റോൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തതെന്നുള്ളത്. ഗൈസ്, നമ്മുടെ മെയിൻ എലമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബിൽഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു PCൻ്റെ നമ്മൾ ആദ്യം കാണുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതൊരു ക്ലയൻറ്റ് ബിൽഡ് എഗെയിൻ ഞാൻ പറയുന്നു, ക്ലയൻറ്റ് ബിൽഡ് ആയതുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റും അവരുടെ ഇഷ്ടവും കൂടെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ ഓപ്ഷൻസ് ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് വേണമെങ്കിൽ മാറാം. അപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ലിയാൻഡിയുടെ ലാൻഡ് കൂൾ 215 വൈറ്റ് കളർ മെഷ് ക്യാബിനറ്റ് ആണ്. കുറച്ച് ലോങ് ആണ് കേട്ടോ നെയിം. അപ്പോൾ ഇതിൽ 200 mm ARGB ഫ്രണ്ട് ഫാൻസ് വരുന്നുണ്ട്, ഒരു എക്സോസ് ഫാനും വരുന്നുണ്ട്. പ്യുവർലി വൈറ്റ് ക്യാബിനറ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ക്യാബിനറ്റ് ആണ്. അപ്പോൾ ഞാൻ എടുത്ത കൂളർ ഇത് ഒരു മാച്ചിങ് ആണ്. പിന്നെ ഓൾ ടുഗദർ നമുക്ക് ഇതറിയാലോ, ഞാൻ എടുത്ത മദർ ബോർഡ് സത്യം പറഞ്ഞ ഒരു M80X ആണ്. വലിയ എന്താ പറയുക ATX മദർ ബോർഡ് അല്ല, വളരെ ചെറിയ സൈസാണ് ഫോം ഫാക്ടർ. അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക വലിയൊരു ക്യാബിനറ്റ് കുഞ്ഞൊരു ബോർഡ് വെച്ചൊരു ഫീലാവും. സ്റ്റോക്ക് ഫാനും ബാക്കിയുള്ള കോമ്പണൻസ് നമ്മൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാനൊരു എയർ കൂളറും കൂടെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അവർക്ക് 560 അല്ലെങ്കിൽ Z690 നമ്മൾ പ്രൊസറും മദർ ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ക്യാബിനറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോം ഫാക്ടറിൽ നമ്മൾ ഈ ഒരു കൂളറും ഈ ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്തത്. ഇതിനെക്കാളും വേറൊരു വെറൈറ്റി ക്യാബിനറ്റ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പം ആൻറ്റി സ്പോർട്സ് ഉണ്ട്, അല്ലെങ്കിൽ മോൺടെക് ഉണ്ട്. മോൺടെക്കിൻ്റെ പ്രീമിയം എയർ പ്രീമിയം എന്ന് പറഞ്ഞൊരു വെറൈറ്റി വേരിയൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ മെട്രിക്സ് ഡീപ് കൂളിൻ്റെ നിങ്ങൾ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, മെട്രിക്സ് 54F ആണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാബിനറ്റിനെക്കാട്ടിലും ഒരു ഭയങ്കര വെറൈറ്റി ഉള്ള ഫീച്ചേഴ്സൊക്കെ മോൺടെക്കിൻ്റെ പ്രീമിയം കേസിൽ ഉണ്ട്, എയർ പ്രീമിയം കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഞാനൊരു റീലായിട്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടോ ഒക്കെ നമുക്ക് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ക്യാബിൻ്റെ വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു എന്താ റെവല്യൂഷണറി ചേഞ്ചസ് തന്നെയാണ് മോൺടെക് എന്ന ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയാൻ കാരണം 4 ഫാൻസ് ഉണ്ട്, ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്, ഈവൻ മെഷ് ഉണ്ട്. അതിനകത്ത് റിപ്ലേസബിൾ മെഷും ടെമ്പേർഡ് ഗ്ലാസും ഫ്രണ്ട് നിങ്ങൾക്ക് മാറ്റാം, ഇന്റർചേഞ്ചബിൾ ആണ്. പിന്നെ സ്വെൽ ഡോർ ഉണ്ട്, നമുക്ക് സുഖമായിട്ട് തുറക്കാം, മറ്റേ ഗ്ലാസ് സ്ക്രൂവും കാര്യങ്ങളൊന്നും തപ്പിപ്പിടിക്കണ്ട. പിന്നെ അതിലൊരു 1 സ്വിച്ച് എയർ ഫിൽറ്ററും ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ക്യാബിനറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ എന്താ പറയുക എസ്തെറ്റിക് ലുക്സും കാര്യങ്ങളും ബിൽഡാണ്. അപ്പോൾ ബിൽഡിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങളത് കണ്ടിട്ട് വരും.
ഗൈസ്, അപ്പോൾ നമ്മുടെ ബിൽഡ് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു ബിൽഡിലുള്ള പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടുപിടിക്കുന്ന പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അറിയിക്കുക. വി ആർ ഓൾവേസ് ഓപ്പൺ ടു വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോണിറ്റർ സാംസങ്ങിൻ്റെ 24 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ബ്രാൻഡുകൾ ഉപയോഗിക്കാം, ബെൻക്യൂവോ അല്ലെങ്കിൽ LG ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ പക്ഷേ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളതും പിന്നെ 24 ഇഞ്ചിന് 75 Hz അത് ഡീസൻറ്റ് പ്രൈസ് 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 24 ഇഞ്ചിൻ്റെ സാംസങ് അവൈലബിൾ ആണ്. 75 Hz ആണ്, ബോർഡർലെസ് ആണ്, IPS ആണ്. ഇതിനപ്പുറത്ത് വേറെ ഫീച്ചേഴ്സ് ഒന്നും അതിന് വേണ്ട. പിന്നെ 144 Hz ഒക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ MSIയുടെ ഒപ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസസ് നോക്കുക, വെർത്തിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഗൈസ്, കീബോർഡ് മൗസ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ആൻറ്റി സ്പോർട്സോ സെബ്രോണിക്സോ ഏത് മോഡൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു കോംബോ കിറ്റ്, കാരണം ഇതൊരു ബഡ്ജറ്റ് ബിൽഡാണ്. അപ്പോൾ മെക്കാനിക്കൽ കീബോർഡൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ KM540 എന്ന് പറയുന്ന കീബോർഡ് മൗസിൻ്റെ കോംബോ ആണ്. ഗൈസ്, പാർട്സ് ആയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വെരിഫൈഡ് ആയിട്ടുള്ള ലിങ്കുകൾ, പർച്ചേസ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് geekboz.in അത് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല പ്രൈസിന് നല്ല ഓഫേഴ്സിന് നിങ്ങൾക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓൾസോ നമ്മുടെ ഡിസ്കോഡ് ചാനൽ വരുന്നുണ്ട്. ഡിസ്കോഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആസ്ക് മീ ഓൺ ലൈവ്. അപ്പോൾ പല സെക്ഷൻസും പല പല കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് കണ്ടുവരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും പ്രശാന്ത് ആഫി സൈനിങ് ഓഫ്.